പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഇന്നത്തെ മക്കളുടെ യാത്ര അവരുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. ഈശോയെ, രോഗികളെ സന്ദർശിക്കാൻ പോകുന്നവരുണ്ട്, പത്രം കൊടുക്കാൻ പോകുന്നവരുണ്ട്, മഴയത്ത് പോകുന്നവരുണ്ട്, വിശന്ന് പോകുന്നവരുണ്ട്. എല്ലാവരും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ, ജലജന്യ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ പീഡിപ്പിച്ചിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈശോയെ, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്. കർത്താവ്, ഭൂമിയിലെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, നീ എന്നും ആശങ്കപ്പെട്ടിരുന്ന ഒറ്റ ഒരു കാര്യം, മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമി വിശ്വാസം ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ നീ പറയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, എല്ലാ രാജ്യങ്ങളിലും ഉള്ളവരെ വിശ്വാസത്തേക്ക് വരാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശ്വാസം സ്വീകരിക്കാത്ത രാജ്യങ്ങളെ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാസത്തെ 33 ഭാഷകളിലുള്ള പത്രങ്ങളുമായി ചുവന്നുണ്ടെന്ന് കർത്താവിനെ വേല ചെയ്യുന്നവർ, അവരുടെ അനുഭവം പറയുന്നവരെ, ആ അനുഭവം പറഞ്ഞ് വിശ്വാസം കൈമാറുന്നവരെ ആശ്വസിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഉടമ്പടി ചെയ്തിരിക്കുന്നവരെ പുതുക്കിയിട്ടും പുതുക്കിയിട്ടും അവരുടെ ചില കാര്യങ്ങൾക്ക് നീക്കപ്പോക്കില്ലാത്തവരെ ഇന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എക്സ്പോർട്ടുകാരെ അനുഗ്രഹിക്കണം. കർത്താവെ,
വസ്തുവകൾ സാധനങ്ങൾ കയറ്റി അയക്കുന്ന ഒരു അനുഗ്രഹീന കർത്താവേ, ഈ യുദ്ധം മൂലം കെടുതി മൂലം കർത്താവേ, തകർന്ന ബിസിനസ്സിന് തകർന്ന മുകളിലുള്ളവർ തൊട്ട് താഴെയുള്ളവർ വരെ കർത്താവേ സാമ്പത്തികമായി വിഷമിക്കുന്നുണ്ട്. പൈസ എല്ലാം വിത്തുകളായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടിത്തട്ടിലുള്ളവർ കൂടുതൽ പട്ടിണിക്കാരായി മാറുന്നുണ്ട്, പരുവക്കേടായി തീരുന്നുണ്ട്. അവരെല്ലാം ആശ്വസിപ്പിക്കണമേ. എൻ്റെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നീ ഏറ്റെടുക്കണമേ. എൻ്റെ കർത്താവെ, പരസ്പരം അകന്ന് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ മാനസികമായിട്ട് അകന്നിരിക്കുന്നവരെ, വഴിപഴിച്ച ബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ കർത്താവെ, സ്നേഹം മാത്രമാണ് വലിയ കാര്യമെന്ന് ഓർത്തുകൊണ്ട് ജീവിതം പണയം വെച്ച് കുടുങ്ങിപ്പോയ ആൾക്കാരെ കർത്താവെ അങ്ങ് ബുദ്ധിയും ബോധം വെപ്പിച്ച് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ മക്കളും ഈശോനാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ നീലമേലങ്കിയ നിങ്ങൾ പൊതിയപ്പെടുകയും അമ്മയുടെ മഴവില്ലേ സാന്നിധ്യത്തിൻ്റെ അടയാളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നിങ്ങളെ ചുഴന്നു നിൽക്കുകയും ചെയ്യട്ടെ. നിത്യപിതാമ്പുത്തനും പരിശുദ്ധാത്മാശ്വരശ്വരം നയിക്കാമേ. ദൈവവചനം പല സമയത്ത് പലതരത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു പുഴ, ഏറ്റവും വലിയ പുഴകളുണ്ടാണ്, ചെറിയ പുഴയുണ്ട്. ഇപ്പോൾ നമ്മൾ മണിമല ആറിനെ പോലെ ചെറിയ പുഴകളുണ്ട്, ആമസോൺ പോലുള്ള വലിയ പുഴകളുണ്ട്, അല്ലേ? അപ്പം ശാഖകൾ കുറയുന്നതനുസരിച്ചും അതുപോലെ തന്നെ ശാഖകൾ കൂടുന്നതനുസരിച്ച് വെള്ളം കൂടും, അല്ലേ? വെള്ളം കൂടുന്നതനുസരിച്ചുകൊണ്ട് കടൽ എവിടെയാണ് അവിടം വരെ ഇത് ഒഴുകും. ഇപ്പം കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകണ കണ്ടിട്ടില്ലേ? അപ്പം നമ്മുടെ വേമ്പനാട്ട് കാലൊക്കെ അങ്ങനെയാണ്, പമ്പാ നദിയൊക്കെ വന്ന് കായലിൽ വീണിരിക്കുകയാണ്. എന്നിട്ട് പിന്നെയും അത് ഒഴുകി പോണ കാണാം കടലിലോട്ട്, അല്ലേ? അരൂരൊക്കെ ചെല്ലുമ്പോൾ, കുമ്പളങ്ങിലൊക്കെ ചെല്ലുമ്പോൾ അത് പിന്നെയും ആ പുഴ, കായലല്ല ആ പുഴയാണ് ഒഴുകണം ശരിക്കും. പെരിയാറും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ കാനഡയിലൊക്കെ ചെന്നപ്പോൾ മലയിൽ നിന്ന് കായലിലേക്കും കായലിൽ നിന്ന് കടലിലേക്കും ഒക്കെ ഒഴുകുന്നുണ്ട്. എന്നുവെച്ചാൽ വെള്ളം കൂടുന്നതനുസരിച്ച് വെള്ളം അതിൻ്റെ ഒഴുക്ക് നിശ്ചയിക്കും. ഇതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഒരുപോലെ പറഞ്ഞിട്ടുള്ള വചനങ്ങളുണ്ട്. ഒരേ അർത്ഥമായിരിക്കും. ലൂക്ക 6:38 നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾക്ക് അളന്ന് കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വെളിപാടാണത്. പിന്നെ എന്താണ്, വിതക്കുന്നത് തന്നെ കൊയ്യുമെന്ന് പറയത്തില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അത് സെയിം അല്ലേ? അത് 2 കൊരിന്ത്യർ 9:6 സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഇതാണ് വിഷയം. അതിനെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ചെറിയ വചനവും വലിയ വചനവും എന്ന് പറയുന്നത് ദൈവം അത് ആ ഐഡിയ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഐഡിയ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വലിയ വചനമെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കൂടുതൽ കൃപ ആർജിക്കാൻ വേണ്ടി റെപ്പറ്റീഷനുള്ള വചനങ്ങളെ നോക്കിയിട്ട് അത് കൂടുതൽ ദൈവസ്നേഹത്തോടു കൂടി നമ്മളത് നിറവേറ്റും. ഇപ്പോൾ എല്ലാ വചനവും നിസ്സാര കൽപ്പനയും ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞതേ. അപ്പോൾ നിസ്സാര വചനമുണ്ട്, സാരമായ വചനമുണ്ട്, ചെറിയ വചനമുണ്ട്, വലിയ വചനമുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ വചനമൊക്കെ വായിക്കണം നല്ലതാണ്. ആൾക്കാർ വായിക്കും. പക്ഷേ ആൾക്കാർ വചനം വായിക്കുന്നത് പറഞ്ഞാൽ ഞാൻ അത്ര ഹാപ്പി ആകത്തില്ല. അപ്പോൾ വചനം എഴുതുന്നു എന്നൊക്കെ പറയത്തില്ലേ? എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ വചനം എഴുതിയിട്ട് 2-3 ബൈബിളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ എഴുതിയാണ് അച്ഛാന്ന് പറയും. അപ്പോൾ ചിലർ ഭയങ്കര സന്തോഷം, ആണോ ഇങ്ങനെ എഴുതിയാണെന്നൊക്കെ പറയും. ഞാനങ്ങനെ അത്രയും വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. എന്താ വെച്ചാൽ വചനം എന്താ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് എഴുതാൻ ഉള്ളതല്ല ശരിക്കും പറഞ്ഞാൽ, അവൻ പറയണത് പോലെ ചെയ്യാനുള്ളതാണ്. അതാണ് സംഭവം. വചനം വായിക്കണം എന്താണ്? അതിൻ്റെ മാർഗമാണ് വചനം വായിക്കണം, ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ഈ വായിക്കണ വചനം പോലെ ജീവിക്കണതാണ് ലക്ഷ്യം. അപ്പോൾ ഈ ജീവിതത്തോട് കറസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ വായന എടുത്തും ചില ആൾക്കാർ ഭയങ്കരമായ ഡിഗ്രി എല്ലാം എടുക്കരുത്. ഒത്തിരി 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞാൽ 16 MA 25 ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പേജ് നിറച്ച ഡോക്ടർ, അതായത് കല്യാണം കഴിക്കത്തില്ല, ഒരു പണിക്ക് പോകുകയില്ല. അങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കരസ്മാരി യുഗത്തിൽ വചനം കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് ചെണ്ടകൊട്ടും പോലെ പറഞ്ഞു പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള വർഗത്തിൽ കാണുന്നില്ല. എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതവും നിലപാടുകളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. അപ്പോൾ വചനം ഇങ്ങനെ പുറതെറ്റാതെ 1 by 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ട് പറയണതാണ്
അഭിഷേകം വന്ന് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം? ഞാൻ കർത്താവിൻ്റെ വചനം അത് എപ്പോഴും ആ വചനത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിവർത്തിയാക്കുന്നതിനെ കുറിച്ച്. യെശയ്യാ 55:10 എടുത്തേ. മഴയും മഞ്ഞും മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് അതാണ് പ്രശ്നം. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. അപ്പൊ അതുപോലെയാണ് കർത്താവിന്റെ വചനം. യെശയ്യാ 55:11 എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് വചനത്തിന്റെ ലക്ഷ്യം. അല്ലാതെ എപ്പോഴും 3 ബൈബിൾ എഴുതുകയോ അല്ലെ 3000 വചനം കാണാൻ പഠിക്കുകയോ അല്ലെ 30,000 വചനം മൈക്ക് പിടിച്ച് പറയുകയോ അല്ല പ്രശ്നം. അത് ഓരോ വചനത്തിൻ്റെ ദൗത്യമുണ്ട്. അത് ജീവിതം കൊണ്ട് നിറവേറ്റാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ആധ്യാത്മികത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചില മനുഷ്യർ ആധ്യാത്മികത സ്വീകരിക്കാൻ ഇത്തിരി താമസിക്കും. അപ്പോൾ അവരോട് നിങ്ങൾ ഓർക്കും, ജോസഫ് അച്ഛൻ എന്താ ഇങ്ങനെ ജഡികമായിട്ട് സംസാരിക്കണമെന്ന് ചോദിക്കും. ചിലങ്ങനെ മനസ്സിൽ വിചാരിക്കുമെന്നുണ്ടാകും, ഇങ്ങനെയാണോ ഇതിൻ്റെ ഉത്തരം? ഇതിങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്മാർ പലരും ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഡിഗ്രീസ് ഓഫ് വേരിയേഷൻസ് ഒത്തിരി ഉണ്ട്. എല്ലാവരും ഒരേ രീതിയിലല്ല. ഇപ്പം നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ അവർക്ക് പിന്നെ ഈ പ്രശ്നമില്ലല്ലോ, അവർ വേറെ ജീവിത പങ്കാളിത്തേക്ക് പോകത്തില്ലല്ലോ, ഇല്ലേ? നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ പോകത്തില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഭർത്താക്കന്മാരില്ലേ, ഭാര്യമാരില്ലേ? ഉണ്ടല്ലോ. അതായത് വചനം എടുത്ത് 1 കൊറിന്ത്യൻസ് 2:14 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. 1 കൊരിന്തോസ് 2:14 ലൗകിക മനുഷ്യന് കിടക്കണം. എന്താണ് സംഭവം? ലൗകിക ഒന്ന് പറഞ്ഞേ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ വേറെ ചെടുത്തിമാരെ തിരക്കി പോണ ആ മനുഷ്യനോട് ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞ ഏക്കുക. എന്താ? അയാൾ ലൗകിക മനുഷ്യനാണ്. അയാൾ ചിലപ്പോൾ കത്തോലിക്കനാകാം, പക്ഷേ അയാൾ ലൗകിക മനുഷ്യനാണ്. കാര്യം എന്താണ്? യഥാർത്ഥ ക്രിസ്ത്യാനി ജീവിത പങ്കാളിയെ വഞ്ചിക്കത്തില്ല. ഉറപ്പല്ലേ? പിന്നെ പക്ഷെ അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ക്രിസ്തുവിനെ സ്വീകരിച്ച ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്ത് വായിച്ചു? ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ 1 കൊരിന്ത്യൻസ് 2:14 ഏറ്റു പറഞ്ഞ ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. അപ്പൊ ഈ സീറോ ആയിട്ടുള്ള വിശ്വാസത്തെ ഉള്ള ആൾക്കാരെ ഉടമ്പടിയിലൂടെ പതുക്കെ, കാര്യം ഇന്ന് സീറോ ഫെയ്ത്തിലിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ഉടമ്പടിയിൽ, ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം 8ാം ക്ലാസ് വെച്ച് 6ാം ക്ലാസ് വെച്ച് പഠനം നിർത്തിയെന്ന് വിചാരിച്ചോ ഇല്ലേ? അവർക്ക് 10ാം ക്ലാസ് അവരുടെ വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-32 വയസ്സായിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അവർക്കൊരു പ്രൊവിഷൻ കൊടുക്കും. എന്താണ്? 10ാം ക്ലാസ് നിങ്ങൾക്ക് എഴുതാവുന്ന. ഇപ്പോൾ ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ ഉണ്ട് നിയമം അല്ലേ? ഇതുപോലെ തന്നെയാണ് BAയും MAയും ഒക്കെ. അവന് +2 പണ്ട് പാസ്സായതാണ്. പിന്നെ കുറേ കാലത്ത് ഗ്യാപ്പ് വന്നുപോയി. ഇപ്പോൾ വയസ്സ് കയറുകയാണെങ്കിൽ ഗവൺമെൻറ് അവർക്ക് MA എഴുതാനുള്ള അനുവാദം കൊടുക്കും. ഉടമ്പടി ഇതാണ് സംഭവം. ഉടമ്പടി ചെയ്യണത് ഇതാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് ഫെയ്ത്തിനൊപ്പം ക്രൊണോളജിക്കൽ ഇയർ, നിങ്ങളുടെ വയസ്സിനൊപ്പം നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ വളരുന്നില്ലെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ വയസ്സിനൊപ്പം ഇപ്പം നിങ്ങൾക്ക് 40 വയസ്സുണ്ട്. പക്ഷെ 40 വയസ്സുണ്ടെങ്കിലും പണ്ടത്തെ കർത്താവിൻ്റെ മാലാഖയും കലാപരിപാടിയൊക്കെ കയ്യിലുള്ളു. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ 8 വയസ്സിൻ്റെ ആധ്യാത്മിക വളർച്ചയേ ഉള്ളൂ. വയസ്സ് 10-40 നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡിക വളർച്ച, ജഡിക വയസ്സ്
ആധ്യാത്മിക വയസ്സിൻ്റെ ചിലപ്പോൾ 5 ഇരട്ടിയാകാം. 8 40. 8 വയസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന 8 വയസ്സെന്ന് പറയുമ്പോൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മാലാഖി കാര്യങ്ങളൊക്കെ പഠിക്കണം, വേദപുസ്തകം പഠിക്കണത്. പിന്നെ ആ മേഖലയിൽ പഠനങ്ങളൊന്നുമില്ല. വയസ്സിപ്പോൾ 40 ആയി. ഇപ്പോൾ എന്താ പറ്റിയിരിക്കണത്? ജഡിക വയസ്സ് വളർന്ന് വിശ്വാസ വളർച്ച 8-ാം ക്ലാസ് വരെയേ ഉള്ളൂ. മനസ്സിലായേ? ഇനി നമ്മൾ 40 വയസ്സിൻ്റെ പരീക്ഷ ഒപ്പം എഴുതണം. ഒറ്റ ഉടമ്പടിയിലാണ് നമ്മൾ സംഭവിക്കണത്. ഇത് ഒറ്റ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ വചനം ജീവിച്ച് കഴിയുമ്പോൾ എന്നാ പറ്റും? 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവന് വിശ്വാസ വളർച്ച 40 വയസ്സ് വരെ എത്തും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ക്രോണോളജിയോടൊപ്പം തന്നെ വളരുവാൻ, ലേക്കാൽ കൂടുതൽ വളരുവാൻ ആരാധനയോടെ ഞങ്ങൾ അഭിഷേകം. അതായത് ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, ഇത് എത്ര ആധ്യാത്മികമായിട്ട് തോറ്റ് തുന്നമ്പാടി കിടക്കുന്നവനെയും അത് വൃത്തിമേനയായിട്ട് ഉടമ്പടിയിലേക്ക് അവന് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ ഫെയ്ത്ത് ഇയർ അവൻ്റെ വയസ്സിനേക്കാൾ കൂടുതലാകും. നമുക്കറിയാമല്ലോ, എപ്പോഴും ഇപ്പോൾ നമ്മളൊരു ലെൻസ് ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ എന്നിട്ട് ലെൻസ് എടുത്തിട്ട് സൂര്യന് നേരെ പിടിച്ചു. അപ്പോൾ ലെൻസ് പിടിക്കുമ്പോൾ തന്നെ തീപ്പെട്ടിക്കൊള്ളി കത്തത്തില്ല അല്ലേ? ആ ലെൻസിൻ്റെ സൂര്യപ്രകാശം ഫോക്കസ് ചെയ്തിട്ട് ആ മരുന്നിലേക്ക് കുറച്ച് നേരം അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്ന് വശം പുകഞ്ഞ് കത്തും. അതുപോലെ ഉടമ്പടി കൃത്യതയിലേക്ക് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ആ ചെയ്യാൻ പറ്റിയ ദൈവസ്നേഹം ഉണ്ടാകണം, ആ ചെയ്യാൻ പറ്റിയ ദൈവവിശ്വാസം ഉണ്ടാകണം, ആ ചെയ്യാൻ പറ്റിയ ദൈവപ്രത്യാശ ഉണ്ടാകണം. ഇതിന് അറിവിൻ്റെ പ്രത്യാശയുണ്ട്, അഭിഷേക പ്രത്യാശയുണ്ട്. അതാണ് വിഷയം. ഒരു വിഷയം നമ്മൾ അറിവിൽ ചെയ്യുമ്പോൾ അറിവിൻ്റെ പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. ഒരു വിഷയം നമ്മൾ അനുഭവത്തിൽ ചെയ്യുമ്പോൾ അഭിഷേക പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പറയാം, അച്ഛാ മനസ്സിലാകണില്ലെന്ന് പറയും. ഞാൻ അത് മനസ്സിലാക്കി തരാം. അതെന്താ അപ്പോൾ സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. ദൈവസ്നേഹത്തോടെയാണ് നമ്മൾ ഓരോ വിഷയവും. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ ടോയ് തോമസ്, വൈഫിൻ്റെ അസുഖം അറിയാമല്ലോ. വൈഫിൻ്റെ ചെറിയ അസുഖമൊന്നുമല്ല. ആ വൈഫിന് ആദ്യം ലിംഫോമ എന്ന് പറയുന്ന മുഴയുന്ന ക്യാൻസർ ആണെന്നാണ് ആദ്യം ഡിക്റ്റേറ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാം. അത് ആ രോഗം അഡിനോ കസിനോവ എന്ന് പറഞ്ഞ അതായത് ക്യാൻസറിൻ്റെ 5ാം സ്റ്റേജായി. 5ാം സ്റ്റേജായെന്ന് വെച്ചാൽ പിന്നെ ഇനി അതിന് മരുന്നില്ല, അതിന് റേഡിയേഷൻ ഇല്ല, കീമോ ഇല്ല, ഓപ്പറേഷൻ ഇല്ല, ഒന്നുമില്ല. ആകപ്പാടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം വരെയുള്ള പാലിയേറ്റീവ് കെയർ മാത്രമേ ഉള്ളൂ. ഈ പ്രൊഫസറിൻ്റെ വൈഫിൻ്റെ അവസ്ഥയാണ് പെട്ടെന്ന് പാലിയേറ്റീവ് കെയറിൽ മാത്രമായിപ്പോയി. കാര്യം ആ രോഗത്തിന് മരുന്നില്ല, കീമോ ഇല്ല, റേഡിയേഷൻ നടക്കത്തില്ല, ഓപ്പറേഷൻ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സിറ്റുവേഷനിലാണ് വൈഫും പ്രൊഫസർ ടോയ് തോമസും കൂടി ഉടമ്പടി എടുക്കുന്നത്. അതായത് ഒരു ക്യാൻസറിന് അതിന് ആ 5th സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്. അതിന് ഓപ്പറേഷൻ ഇല്ല, കീമോ നടക്കാൻ പറ്റത്തില്ല, പിന്നെ ഓപ്പറേഷനും ഇല്ല, റേഡിയേഷനും ഇല്ല. അപ്പം പിന്നെ എന്താ ഉള്ളത്? മരണത്തിനായി കാത്തിരിക്കുക, ഒരുങ്ങുക മാത്രമേ ഉള്ളൂ ആ വിഷയം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ പ്രൊഫസർ എന്താ ചെയ്യണത്? പ്രൊഫസർ പറയണത്, ഞാൻ ഈ പത്രം ഓരോ വീട്ടിലും കൊണ്ടുപോയിട്ട് കർത്താവിനെക്കുറിച്ചും ഞങ്ങളുടെ അനുഭവത്തെക്കുറിച്ചും അവരോട് സംസാരിക്കുമെന്നാണ്. ഇത് ആദ്യം തുടങ്ങിയ പരിപാടിയാണ്, വെറുതെ കൊണ്ടേ കൊടുക്കുകയല്ല. ഈ അറിവിൻ്റെ പ്രത്യാശയും അഭിഷേകത്തിൻ്റെ പ്രത്യാശയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം എന്നിട്ട് ഇവർ പറയുന്നത്, അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വൈഫിന് പ്രത്യാശ ലഭിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യാശ ലഭിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പ്രത്യാശ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അറിവിൻ്റെ പ്രത്യാശയുണ്ട്, അഭിഷേകത്തിൻ്റെ പ്രത്യാശയുണ്ട്. അറിവിൻ്റെ പ്രത്യാശ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു നിരാശ ഉണ്ടാകും. മനസ്സിലായില്ലേ? അറിവ് മൂലം ഉണ്ടാകുന്ന പ്രത്യാശയും ഒരു ആത്മീയ പ്രത്യാശ അല്ലത്. അതൊരു സെക്യുലറായിട്ടുള്ള ഹോപ്പാണ്. അറിവിൽ നമുക്കുണ്ടാകുന്ന ഹോപ്പാണ്. പക്ഷേ യഥാർത്ഥ ഹോപ്പ് അനോയിൻറ്റഡ് ഹോപ്പ് എന്ന് പറയും. എന്താണ്? റോമ 5:5 എടുത്ത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇത് അറിവിൻ്റെ പ്രത്യാശ അല്ല.
ഇത് വെച്ചുകൊണ്ട് പ്രത്യാശ എന്ന് പറഞ്ഞുകൊണ്ട് വാപിടിച്ചിട്ട് കാര്യമില്ല. ഇതെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞേ നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് സാധാരണ കേവലമായ അറിവിലൂടെ ഒരു പ്രത്യാശ ഉണ്ടാകും, അത് ബുദ്ധിപരമായ ഒരു പ്രത്യാശയാണ്. പക്ഷേ ദൈവദാനമായ പ്രത്യാശ എന്ന് പറയുന്ന പുള്ളി അതിൽ പരിശുദ്ധാത്മാവിൻ്റെ കണ്ടൻറ്റ് വൈസ് റിച്ചായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് നിരാശ തോന്നാത്തത്. പല പ്രത്യാശ, ഇപ്പോൾ ഒരു കല്യാണം വിട്ടുപോകുമ്പോൾ അമ്മ പറയും സാരമില്ല, അവൻ പോയാൽ വേറെ തന്നെ അതിനേക്കാൾ നല്ല ദൈവം തരും. ആ ശരിയാണ് മമ്മി എന്ന് പറയും. അതെന്താണ്, എന്നാലും നല്ലതായിരുന്നു, അവന് PR ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് അലങ്കോല പ്രത്യാശ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കല്യാണം സെറ്റായി, പക്ഷെ അത് വിട്ടുപോയപ്പോൾ ഇവക്ക് ഇത്രയും നാൾ അവർ ബോണൊക്കെ വിളിച്ചായിരുന്നു, ഭയങ്കര വർത്തമാനമൊക്കെ ആയിരുന്നു, ഇപ്പം കെട്ടിയതുപോലെയാണ് അവർ പോയത്. പക്ഷേ സംഗതി പൊളിഞ്ഞു പോയപ്പോൾ പിന്നെ ഇവക്ക് ഭക്ഷണവും വേണ്ട, ഉറക്കവും ഇല്ല, അവൾക്ക് പ്രാന്തിയെപ്പോലെ അവിടെ ഇരിക്കുകയാണ്. അപ്പം മമ്മി വന്ന് അവളോട് പറയണേ, എടി ഇതിപ്പോൾ അവൻ പോട്ടെ, അവന് വേറെ വല്ല കേസൊക്കെ ഉണ്ടാകും, ദൈവം അത് നമ്മുടെ കണ്ണിൽ കൊള്ളാനുള്ള പുരുകത്തിലാക്കി തന്നതാണെന്നൊക്കെ പറഞ്ഞ് മമ്മിയുടെ കാറ്റഗസ് അടിച്ച് അവളെ ഏൽപ്പിച്ച് ഇതിനേക്കാൾ നല്ലത് നമുക്ക് വരും, അതല്ലേ ദൈവം ഇത് മാറ്റിയതെന്നൊക്കെ. ഇതൊക്കെ മാനുഷികമായിട്ട് പറഞ്ഞ് പറ്റിക്കാവുന്നല്ല, വലിയ കഥയൊന്നുമില്ല. ആ തൽക്കാലത്തേക്കുള്ള സുഖം കൊടുക്കുന്നേ ഉള്ളൂ. ഇതിന് അറിവിൻ്റെ പ്രത്യാശ എന്ന് പറയും. അപ്പോൾ ഇവൾ പറയും, ആ ശരി മമ്മി, ഇനി ഞാൻ വിഷമിക്കത്തില്ല, ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞാലും അവൾ ഭക്ഷണം കഴിക്കും. പക്ഷേ എന്ത് പറ്റും? നിരാശ അവിടെ ഉള്ളിൽ. ഇപ്പോൾ നല്ലതായിരുന്നത്, അതിന് നല്ല അതിന് PR കിട്ടുമായിരുന്നു, ഇനി വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി ഏത് കാലമാടനാണോ വരാൻ പോണത് എന്നൊക്കെ ഓർത്തിട്ട് അവൾക്ക് ഭയങ്കര സംഘർഷം ഉണ്ടാകും. ഇത് ഇങ്ങനെ ഈ ഒരു വിഷയത്തിനാണ് നമ്മളെ നിരാശ ഉണ്ടാകും, പ്രത്യാശ ഉണ്ടാകും, പക്ഷേ അതേസമയം തന്നെ നിരാശ തോന്നിക്കുകയും ചെയ്യും. ഇവിടെ പരിശുദ്ധാത്മാവിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പുറത്തെ കാര്യം എന്താണ്, ഇപ്പം ഇവർ ഈ മമ്മി പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന പ്രത്യാശ മാനുഷികമായ അറിവിൻ്റെ പ്രത്യാശയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? അഭിഷേകത്തിൻ്റെ പ്രത്യാശയാണ്. അഭിഷേകത്തിൻ്റെ പ്രത്യാശ എങ്ങനെയാണ് വരണത്? ദൈവസ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ പത്രം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടുമെന്ന് നിർബന്ധമില്ല. കൊടുക്കണം എന്താണ്? ദൈവസ്നേഹത്തോടെ കൊടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം ഇതിൻ്റെ എല്ലാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയുടെ ഓരോ കാര്യവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന. ഇപ്പോൾ രോഗികളെ നിങ്ങളെ പോയി കാണുന്നു അല്ലേ, അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് സാങ്കേതികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും, ആരും ചെയ്യണതാണിത്. പക്ഷേ അതല്ല പ്രശ്നം. ഉടമ്പടിയിൽ അത് ചെയ്യുമ്പോൾ അത് ദൈവികമാകണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിലൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് ദൈവികമായ, ഇപ്പം നമ്മൾ ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റിക്ക് ദൈവിക പുണ്യങ്ങളെന്നാണ് പറയണത്. അപ്പോൾ അതിനെ ദൈവിക പുണ്യം എന്ന് പറയാൻ കാര്യം എന്താണ്? ഈ സംഭവം തന്നെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടും പുണ്യങ്ങൾ. നമ്മളതിനെ പുണ്യങ്ങളെന്നല്ല വിളിക്കുന്നത്. പ്രത്യാശയൊക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ, അത് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനി ആയിട്ടില്ലെങ്കിലും പ്രത്യാശ ആൾക്കാർക്കുണ്ടല്ലോ, മാനുഷികമായ പ്രത്യാശ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ദൈവിക പുണ്യങ്ങളെന്ന് വിളിക്കാൻ കാര്യം എന്താണ്? ദൈവദത്തമായ പുണ്യങ്ങളാണ്. അതായത് പരിശുദ്ധാത്മാവിന് ദാനമായിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് 5:5 പറയുന്നത്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പറഞ്ഞേ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ പ്രത്യാശ നമ്മൾ അനുഭവിക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ പ്രൊഫസർ ടോയ് തോമസിൻ്റെ വൈഫ്, അവർക്ക് അവർ പാലിയേറ്റീവ് കീമോയാണ് എടുത്തത്. വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മോർഫിനൊക്കെ അടിച്ചുള്ള ഒരു കീമോയാണ് ആ സംഭവം. അപ്പം അച്ഛൻ ഒരു മരവിപ്പ് തോന്നുന്നു, അത്രേ ഉള്ളൂ. രോഗം സുഖമാക്കുകയില്ല. രോഗത്തിൻ്റെ മരുന്നൊന്നും ഇല്ല, ആ രോഗത്തിന് മരുന്നില്ല, ഓപ്പറേഷൻ ഇല്ലെന്ന് പറഞ്ഞില്ല, റേഡിയേഷൻ ഇല്ല, കീമോയും ഇല്ല. പക്ഷേ ഇത് കഴിയുമ്പോൾ ഇവർക്ക് നല്ല പ്രത്യാശ കിട്ടും. ഇവർ പറയുന്ന വാക്കതാണ്, ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ചികിത്സയാണെങ്കിലും എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടെന്ന്. ആ പ്രത്യാശ എന്ത് പ്രത്യാശയാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യാശയാണ്, ദൈവികമായ പ്രത്യാശയാണ്. ഇവരെന്നോട് ചോദിക്കും, ഇവർ കണ്ണാടി നോക്കി ചോദിക്കണം, കർത്താവേ എൻ്റെ മുടി എന്താണ് കൊഴിയാത്തതെന്ന്. കീമോയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ മുടി കൊഴിയണില്ല. കാര്യം നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയാണ്. ഇത് ദൈവത്തിന് സാധിക്കുന്നത്, നമുക്ക് സാധിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. ദൈവികമായി ദാനം
നമുക്ക് അവകാശമാക്കുന്നത് എങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴല്ല, അവൻ പറയണത് പോലെ ദൈവ സ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകള് ഏറ്റവും പ്രത്യാശയോടെ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം.